സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് ചട്ടവിരുദ്ധമായി ആശ്രിത നിയമനം നടക്കുന്നത്. 1.5 കൊല്ലത്തിനുള്ളിൽ 2 വ്യത്യസ്ത ഉത്തരവുകളിലായി 67 പേർക്കാണ് സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നൽകിയിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റിലെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുമ്പോഴോ സേവനങ്ങളുടെ ആവശ്യകത നിലനിർത്തണമെന്ന് തോന്നുമ്പോഴോ മാത്രമാണ് സാധാരണ സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിക്കാറുള്ളത്. ഓരോ വർഷവും വിവിധ വകുപ്പുകളിലുണ്ടാകുന്ന ഒഴിവുകളുടെ 5% ആശ്രിത നിയമനത്തിന് സംവരണം ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ്. ഇത് നിലവിലിരിക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് മാത്രം വൻതോതിൽ ആശ്രിത നിയമനം നടക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ നടത്തിയ ഇത്തരം നിയമനങ്ങളെല്ലാം റെഗുലറൈസ് ചെയ്യാനും നടക്കുന്നതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. റെഗുലറൈസേഷൻ 5% ആണ് എന്നുള്ള രീതിയിലുള്ള ഓർഡർ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം എന്നുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ സെക്രട്ടറി ടൈപ്പിസ്റ്റിൽ നിന്ന് 20% പ്രൊമോഷനാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇപ്രകാരം നിയമനം നൽകിയിരിക്കുന്നത്. നിയമനം ലഭിച്ചവരിൽ 3 പേർ മാത്രമാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ആശ്രിതരായിട്ടുള്ളത്. സ്പെഷ്യൽ സെക്രട്ടറി വരെയാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തിക ആശ്രിത നിയമനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. 2008 8 പേർക്കും 2010 11 9 പേർക്കുമായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് ആശ്രിത നിയമനം നൽകിയിരുന്നത്. എന്നാൽ 2012 54 പേർക്കും 2013 ഇതുവരെ 11 പേർക്കും നിയമനം നൽകിയിട്ടുണ്ട്. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ നിയമന സാധ്യത അട്ടിമറിക്കപ്പെടുന്നതിനോടൊപ്പം നിലവിലുള്ളവരുടെ പ്രമോഷൻ സാധ്യതകളും ഇതുമൂലം പ്രതിസന്ധിയിലാകും. മീഡിയ 1 തിരുവനന്തപുരം.